ഇപ്പോൾ വി ഡി സതീശൻ KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നും തത്സമയ ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ചുറ്റും വാഹനത്തിന് ചുറ്റും പ്രവർത്തകരാണ്. നിരവധി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ തിരക്കാണ് സ്ഥലത്തുള്ളത്. അദ്ദേഹത്തെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ, ഷാൾ അണിയിക്കാനടക്കം പ്രവർത്തകരുടെ വലിയ തോതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിലൂടെ VDയുടെ വാഹനം അതാ കടന്നു വരികയാണ്. അവിടെ റോസാപ്പൂ അടക്കം അദ്ദേഹത്തിന് നൽകാൻ കാത്തിരിക്കുന്നുണ്ട് അണികൾ. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. KPCC ആസ്ഥാനത്തേക്ക്, ഓഫീസിലേക്ക് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സുകളുണ്ട്, അവിടെ ബാനറുകളുണ്ട്. റോസാപ്പൂവടക്കം അദ്ദേഹത്തിന് നൽകാൻ പ്രവർത്തകർ അണികൾ കാത്തു നിൽക്കുന്നുണ്ട്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വാതിൽ തുറന്ന് ഇറങ്ങാൻ കഴിയാത്ത വിധമുള്ള പ്രവർത്തകരുടെ കൂട്ടമാണ്, ആൾക്കൂട്ടമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ KPCC ഓഫീസിന് മുൻപിൽ വാഹനത്തിൽ നിന്ന് വാതിൽ തുറന്നിറങ്ങാൻ പാടുപെടുകയാണ് നിയുക്ത മുഖ്യമന്ത്രി. മഹേഷ് ചന്ദ്രനുണ്ട്. മഹേഷ്, ആ പ്രവർത്തകരുടെ അവർ കാത്തിരിക്കുകയായിരുന്നു. വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. വാതിൽ തുറന്നിറങ്ങാൻ പോലും VD സതീശൻ ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അദ്ദേഹം KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതേ അരുണ്യ, ആവേശജനമായ സ്വീകരണത്തോടു കൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ KPCC ആസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തത്. അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അണികൾ, അദ്ദേഹത്തിന്റെ അനുയായികൾ, ആരാധകരൊക്കെ നിറഞ്ഞു നിന്ന ഒരു നിമിഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ തിരക്കുകൾക്കിടയിലൂടെ വാഹനം KPCC ആസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ട് വന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് ജനത്തിരക്കുണ്ടായി. ആ തിരക്കുകൾക്കിടയിലൂടെയാണ് VD സതീശൻ KPCC ആസ്ഥാനത്തേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. അവിടെ KPCC പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് KPCC ആസ്ഥാനത്ത് നിന്നും നേരെ മുതിർന്നതായ AK ആന്റണിയുടെ വീട്ടിലേക്കായിരിക്കും VD സതീശൻ പോവുക. ആന്റണിയെ കണ്ട ആശീർവാദം വാങ്ങിയ ശേഷമാണ് CLP യോഗത്തിലേക്ക്, കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ചേരാൻ പോകുന്നത്. 4 മണിക്കാണ് ആ യോഗത്തിലേക്ക് VD സതീശൻ എത്തിച്ചേരുക. അരുണ്യ, ശരി, VD സതീശൻ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പ്രവർത്തകർ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. KPCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ഫ്ലാഷ് ഒന്ന് മാറ്റിക്കോ. ഫോട്ടോ മാറ്റിയോ? ഫ്ലാഷ് ഒന്ന് മാറ്റിക്കോ. തള്ളല്ലേ? മഹേഷ്, എന്തായാലും പ്രവർത്തകരുടെ വലിയ കൂട്ടമാണ്. നേതാക്കളെല്ലാം അവിടെ ഉണ്ട്. സണ്ണി ജോസഫ് ഉണ്ട്, KM മുരളീധരൻ അടക്കമുള്ള നിരവധി നേതാക്കൾ അവിടെയുണ്ട്. അദ്ദേഹത്തിന് ആ മുറിയിലേക്ക് കയറി KPCC അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോലും ഉള്ള ഒരു സ്ഥലമില്ല. അത്രയധികം തിരക്കാണ് അവിടെ. വലിയ ആവേശം തന്നെയുണ്ട് പ്രവർത്തകർ. മഹേഷ്.
അതേ അരുണ്യ, പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം തന്നെ വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി KPCC ആസ്ഥാനത്തേക്ക് കയറുമ്പോൾ മുതലുണ്ടായിരുന്ന ജനത്തിരക്ക് അവർ ആൾക്കൂട്ടം അദ്ദേഹത്തോടൊപ്പം തന്നെ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം എത്തിയെങ്കിൽ നേതാക്കളെ കയറാൻ തന്നെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് അവിടെ KPCC ആസ്ഥാനത്ത് നേതാക്കളെ മുറികളിൽ പോലും പ്രവർത്തകർ വിളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വലിയ ആവേശത്തോടെയുള്ള സ്വീകരണമാണ് വി ഡി സതീശന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 11 ദിവസം നീണ്ടുനിന്ന നാടകീയതയ്ക്ക് ടിസ്റ്റുകൾക്ക് വിരാമമായി. പ്രതീക്ഷിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ വി ഡി സതീശന് കഴിഞ്ഞു. അതിന്റെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തോടും കൂടിയാണ് അദ്ദേഹം KPCC ആസ്ഥാനത്തേക്ക് കടന്നു വന്നത്. ഇവിടെ നിന്നും അദ്ദേഹം മടങ്ങുക നേരെ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയെ കാണുവാനാണ്. AK ആന്റണിയെ കണ്ട് ആശീർവാദം വാങ്ങും. AK ആന്റണി നിലപാട് വലിയ നിർണായകമാവുകയും ചെയ്തതാണ് ഇത്തരത്തിൽ വി ഡി സതീശന് അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകാൻ കാരണം. കേരളത്തിലെ ജനവികാരം അത് വി ഡി സതീശന് അനുകൂലമാണ്. ഇപ്പോൾ അതിന് മറിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. മുക്തിയിലേക്ക് എറിഞ്ഞിരിക്കുന്ന കാര്യമടക്കമുള്ളവ AK ആന്റണി സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലേക്ക് AK ആന്റണിയോട് അവർ കൃത്യമായ ഒരു കടപ്പാട് കൂടി വി ഡി സതീശനുണ്ട്. അത് നന്ദി അറിയിക്കുകയും ആശീർവാദം നേടുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹം അവിടെ നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് പോകുക. ആ CLP ചേരാൻ പോകുന്ന 4 മണിക്കാണ്. അത് നിയമസഭാ മന്ദിരത്തിന് സമീപത്തുള്ള ഹാളിൽ വെച്ചാണ് ഈ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല വിട്ടു നിൽക്കുന്നു എന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ KPCC ആസ്ഥാനത്തുള്ള KPCC ജനറൽ സെക്രട്ടറിമാരായ നസീറും അതുപോലെ തന്നെ പഴവളം അതും ഒക്കെ തന്നെ വി ഡി സതീശനെതിരെ ഉള്ള ഒരു തരത്തിലേക്കുള്ള പ്രതിഷേധം പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അവിടെ KC വേണുഗോപാലെ വേട്ടയാടുകയായിരുന്നു. KC വേണുഗോപാൽ എവിടെ നിന്നോ നൂലിക്കൊട്ടി ഇറക്കിയ ഒരാളാണ് തരത്തിലേക്കുള്ള പ്രചരണം നടന്നു. അതൊരു സമൂഹമാധ്യമങ്ങൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ച തരത്തിലേക്കുള്ള തുറന്നടിക്കൽ തന്നെ നടത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴത്തെ 2 MLA കൂടിയാണ് നേതാക്കൾ എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അവരൊക്കെയും ഈ KPCC ആസ്ഥാനത്ത് ഇപ്പോഴുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വി ഡി സതീശൻ ഇങ്ങോട്ടേക്കുള്ള കടന്നുവരവ്. അരുണ്യ. യെസ്, മഹേഷ് KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അവിടെ സണ്ണി ജോസഫ് ഉണ്ട്, അദ്ദേഹവുമായി KPCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. അവിടെ ചെറിയാൻ ഫിലിപ്പുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, K മുരളീധരനുണ്ട്, രമ്യ ഹരിദാസ് ഉണ്ട് തുടങ്ങിയ നിരവധി നേതാക്കൾ അവിടെയുണ്ട്. പ്രവർത്തകരടക്കം വലിയ ആവേശത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ കാത്തുനിന്നു. വാതിൽ തുറന്ന് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്ര വലിയ തിരക്കാണ് അവിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വലിയ സ്വീകരണം, ആവേശോജ്വലമായ സ്വീകരണം തങ്ങളുടെ നേതാവിന് നൽകാനാണ് പ്രവർത്തകരുടെ കൂട്ടമായത്. അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി AK ആന്റണി കൂടി വി ഡി സതീശൻ കാണും.